ഹലോ, അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്ന് ഖുർആൻ സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് സൂറത്തുൽ വാഖിയ തുടങ്ങാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് വാഖിയ തുടങ്ങാം. വാഖിയ 96 ആയത്തുണ്ട്. 96 ആയത്തിന് ഫുള്ളും ഓതി അർത്ഥം പറയുമ്പോഴത്തേനും വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ ഞാൻ കരുതി ഇന്ന് ആദ്യത്തെ 50 ആയത്ത് ഓതിയിട്ട് അതിൻ്റെ അർത്ഥം പറയാമെന്ന്. പിന്നെ അർത്ഥം പറയുമ്പോൾ ഓരോ വേർഡ്സായി പറയണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഓരോ ആയത്ത് മാത്രം അങ്ങനെ പറഞ്ഞാൽ മതി എങ്കിൽ അങ്ങനെ പറയാം. ഇന്ന് ഇതിട്ടിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഖുർആൻ വല്ല അങ്ങനെ പഠിച്ച ആളൊന്നുമല്ല. എൻ്റെ സൗണ്ട് ഇപ്പം ശരിയില്ല, ഒരുപാട് തെറ്റുണ്ടാവും, ക്ഷമിക്കുക. പിന്നെ എനിക്ക് തെറ്റ് തിരുത്തി പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുള്ളവർ പിന്നെ ഞാൻ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ആ നമ്പറിലോട്ട് വോയിസ് അയച്ചാൽ മതി വാട്സപ്പിൽ. ഞാൻ ഓതിയെടുത്ത് എവിടെയാണ് തെറ്റുള്ളത്, അതെങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ എനിക്കും പഠിക്കാമല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഒരുപാട് നീട്ടുന്നില്ല, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثا فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من آخرين على سور موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر محمود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين
وكانوا يصرون على الحنث العظيم وكانوا يقولون إذا متنا وكنا ترابا وعظاما إنا لمبعوثون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم. അപ്പോൾ ഇവിടെ വരെയാണ് നമ്മൾ ഓതിയിട്ട് മീനിങ് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് 2-3 ആയത്തിൻ്റെ തെറ്റിപ്പോയിട്ടുണ്ട്. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ യൂട്യൂബിൽ ഖുർആൻ ഓതിയിടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും വിറയലും ചെറുങ്ങനെയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ക്ഷമിക്കുക. ലാസ്റ്റത്തെ 4 ആയത്ത് ഞാൻ ഒന്നും കൂടി ഓതാട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكانوا يقولون إذا متنا وكنا ترابا وعظاما إنا لمبعوثون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم. സ്വഭാവം നമുക്ക് ഇനി അർത്ഥം നോക്കാം. ഓരോന്നിൻ്റെ അർത്ഥം നോക്കാം കേട്ടോ. അതിൻ്റെ ബിസ്മിൻ്റെ അർത്ഥം പറയണം എന്ന് ഇല്ലാ തോന്നുന്നു. പറയണമെങ്കിൽ അടുത്ത ഇത് തൊട്ട് ഞാൻ പറയാം കേട്ടോ. ഇതാ വക്കാലത്തിൽ വാക്യാണ് ആ സംഭവം. ആ വാക്യ എന്ന് പറഞ്ഞാൽ സംഭവം എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇതാ വക്കാലത്തിൽ വാക്യാണ് ആ സംഭവം സംഭവിച്ചാൽ, അതിഭയങ്കരം തന്നെ. ആ സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ലൈസലിവ കാത്തിഹാ കാദിബ അതിൻ്റെ സംഭവ്യത നിഷേധിക്കുന്ന ഒന്നും തന്നെയില്ല. ഹാഫിവത്തും വാഫിയ അത് തരം താഴ്ത്തുന്നതാണ്, ഉയർത്തുന്നതുമാണ്. ഹാഫിള എന്ന് പറഞ്ഞാൽ താഴ്ത്തുന്നത്, റാഫിയ എന്ന് പറഞ്ഞാൽ ഉയർത്തുന്നത്. ഇതാ റുജ്ജത്തിൽ റജ്ജ ഭൂമി ഒരു കഠിനമായ വിറവിറപ്പിക്കപ്പെട്ടാൽ. വബുസ്സത്തിൽ ജിബാലു ബസ മലകൾ പൊടിച്ചു തരിപ്പണമാക്കപ്പെടും. ഫകാനത്ത് ഹബാഅം ബസ അങ്ങനെ ഒരു ചിതറിയ ധൂളിയായിത്തീരുകയും ചെയ്യും. വകുന്തും അസ്വാജൻ സലസ നിങ്ങൾ 3 തരത്തിലുള്ള ഭാഗങ്ങളായിത്തീരുകയും ചെയ്താൽ. അപ്പം ലോകാവസാന സമയത്ത് ഖിയാമത്തിനെ കുറിച്ചാണ് സംഭവം എന്ന് ഈ വാക്യസൂറത്ത് പറഞ്ഞിരിക്കുന്നത്. ആ സംഭവം എന്ന് ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും ഭയങ്കര സംഭവം എന്ന നിലക്കും അതിൻ്റെ സംഭവ്യത സുനിശ്ചിതമാണെന്ന നിലക്കുമാണ് അതിന് ഈ പേര് വന്നത്. ആസന്ന സംഭവം, ഭയങ്കര സംഭവം എന്നിങ്ങനെയുള്ള അതിൻ്റെ മറ്റു പേരുകളെ പോലെ തന്നെ ഇതും അതിൻ്റെ ഗൗരവത്തെയും ഭയങ്കരതയുമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ഈ സൂറത്തിനെ പറ്റി പറയാണ് കേട്ടോ അത്. ഫസഹാബുൽ മൈമനതി മാ സഹാബുൽ മൈമന എന്ന് വെച്ചാൽ സൗഭാഗ്യത്തിൻ്റെ വലതുപക്ഷക്കാർ എന്താണ്. ഈ വലതുപക്ഷക്കാർ ആശ്ചര്യം തന്നെ. വസ്ഹാബുൽ മഷ്അമതി മാ സഹാബുൽ മഷ്അമ ദൗർഭാഗ്യത്തിൻ്റെ ഇടതുപക്ഷക്കാരും എന്താണ്. ഈ ഇടതുപക്ഷക്കാർ അതും ആശ്ചര്യം തന്നെ. വസ്സാബിഖൂന സാബിഖൂൻ മുൻകടന്നവർ തന്നെ. ശുഭം, ഭാഗ്യം, അഭിവൃദ്ധി, ആശീർവാദം, വലത്തുഭാഗം എന്നൊക്കെയുള്ള അർത്ഥങ്ങളിൽ ഉൾക്കുന്ന യുമ്ന എന്ന ധാതുവിൽ നിന്നുള്ളതും ഏറെക്കുറെ അർത്ഥങ്ങളെല്ലാം പരിഗണിക്കപ്പെട്ടിട്ടുള്ള വാക്കാണ് മൈമനത്ത്. അതിൻ്റെ നേരെ വിപരീതമാണ് ഷുമ. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റും പറയാണ്. നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയി പറയാൻ നിന്നാൽ ഒരുപാട് നേരം വൈകും. ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറയണമെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് പറയാം. ഉലായിക്കൽ മുഖറബൂൻ അക്കൂട്ടർ അല്ലാഹുവിങ്കൽ സാമീപ്യം സിദ്ധിച്ചവരത്രേ. ഫീ ജന്നാത്തിൻ നഈം അതെ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗങ്ങളിൽ. സുല്ലത്തും മിനൽ അവ്വലീൻ ആദ്യത്തേവരിൽ നിന്ന് ഒരു വലിയ കൂട്ടം.
വഖലീലും മിനൽ ആഖിരീൻ പിന്നീടുള്ളവരിൽ നിന്ന് അല്പവും. അവരിൻ ആദ്യത്തേവർ എന്ന് പറഞ്ഞത് പൂർവ്വ സമുദായങ്ങളെ ഉദ്ദേശിച്ചും ആഹിരിൻ പിന്നീടുള്ളവർ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തെ ഉദ്ദേശിച്ചുമെന്നാണ് ഇബ്നു ജരീർ റളിയല്ലാഹു അൻഹു മുതലായ ഒരു വിഭാഗം മുസഫിറുകളുടെ അഭിപ്രായം. ഇതിൽ ഒരുപാട് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് കേട്ടോ. അലാ സുറുറിൻ മൗദൂന മടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളിന്മേലായിരിക്കും അവർ. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ അന്യോന അഭിമുഖരായ നിലയിൽ അവയിൽ ചാരിയിരുന്ന് സുഖിച്ചും കൊണ്ട്. അപ്പോൾ സ്വർണത്തിൻ്റെ ഇഴകളാൽ മടഞ്ഞുണ്ടാക്കപ്പെട്ട കട്ടിലുകളായിരിക്കും അവയെന്നു ഇബ്നു അബ്ബാസ്, മുജാഹിദ്, ഇക്രിമ, ഖത്താദ റളിയല്ലാഹു മുതലായവരും മൊത്തം സ്വർണവും ചേർന്നു മടയപ്പെട്ട എന്ന സുദ്ദീം റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനമുണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ സ്ഥിരവാസം നൽകപ്പെട്ടവരായ ബാലന്മാരും അവരിൽ സേവനത്തിനായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ബിഅക്വാബിൻ വബാരിഖ വകസിം മിൻ മഈൻ കോപ്പകളും കൂജകളും ഉറവനീരിൻ്റെ അഥവാ കള്ളിൻ്റെ പാനപാത്രവും സഹിതം. ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ അവ മൂലം അവർക്ക് തലവേദനയുണ്ടാകുകയില്ല, ലഹരി ബാധിക്കുകയുമില്ല. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ അവർ ഉത്തമമായി തിരഞ്ഞെടുത്തു സ്വീകരിക്കുന്ന തരത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങളും. വലഹമി ത്വയ്രിൻ മിമ്മാ യശ്തറൂൻ അവർ ഇച്ഛിക്കുന്ന തരത്തിൽപ്പെട്ട പക്ഷിമാംസവും സഹിതം അവർ ചുറ്റി നടക്കും. അപ്പോൾ സ്വർഗത്തിൽ അതൊക്കെ അവർക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. വഹൂറുൻ മഈൻ വിശാല നേത്രകളായ വെള്ള മെയ്യാമണികളായ സ്ത്രീകളും ഉണ്ടായിരിക്കും. കഅംസലിൽ ലുഅ്ലുഉൽ മക്നൂൻ അതെ ചിപ്പുകളിൽ ഒളിച്ചു സൂക്ഷിക്കപ്പെട്ട മുത്തുപോലുള്ളവർ. ജസാം ബിമാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് പ്രതിഫലമായിട്ടത്രേ ഇതെല്ലാം നൽകപ്പെടുന്നത്. ലാ യസ്മഊന ഫീഹാ ലഅമൻ വലാ തഅ്സീമാ അവർ അവിടെ വെച്ച് അനാവശ്യമാകട്ടെ കുറ്റകരമായതാകട്ടെ ഒന്നും കേൾക്കുകയില്ല. ഇല്ലാ ഖീലൻ സലമൻ സലമാ സലാം സലാം എന്ന് പറയപ്പെടുന്നതല്ലാതെ. വസഹാബുൽ യമീനി മാ സഹാബുൽ യമീൻ വലതുഭാഗക്കാരാകട്ടെ എന്താണ് ഈ വലതുഭാഗക്കാർ ആശ്ചര്യം തന്നെ. ഫീ സിദ്രിൻ മഹ്ദൂദ് മുള്ള് ഉരിയപ്പെട്ട മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളിലായിരിക്കും അവർ കഴിഞ്ഞുകൂടുക. വസ്വൽഹിം മൻദൂദ് അടുക്കി വെക്കപ്പെട്ട വാഴകളിലും. വവില്ലിൻ മംദൂദ് നീണ്ടു വിശാലമായി കിടക്കുന്ന തണലിലും. ഉമായിൻ മസ്കൂബ് സദാ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജലത്തിലും. വഫാകിഹത്തിൻ കസീറ ധാരാളമായ പഴവർഗ്ഗത്തിലും. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ ഭംഗം വരപ്പെടാത്തതും മുടക്കം ചെയ്യപ്പെടാത്തതുമായ പഴവർഗ്ഗങ്ങളിൽ. വഫുറുഷിൻ മർഫൂഅ ഉയർന്ന തരം വിരിപ്പുകളിലും ആയിരിക്കും അവർ കഴിഞ്ഞുകൂടുക. ഇപ്പം വലതുപക്ഷക്കാരായ ഭാഗ്യവാന്മാർക്ക് ലഭിക്കുന്ന സ്വർഗീയ വിഭവങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ സ്വർഗത്തിൽ അവർക്ക് അതെല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിശ്ചയമായും ആ സ്ത്രീകളെ നാം ഒരു പ്രത്യേക തരം ഉണ്ടാക്കിയിരിക്കുന്നു. ഫജഅൽനാഹുന്ന അബ്കാറാ അങ്ങനെ അവരെ നാം കന്യകകളാക്കിയിരിക്കുന്നു. ഉറുബൻ അത്റാബ അതെ പ്രേമപാത്രങ്ങളും ഇണയൊത്ത തുല്യപ്രായക്കാരുമായുള്ളവർ. ലിഅസ്ഹാബിൽ യമീൻ വലതുഭാഗക്കാർക്ക് വേണ്ടി അത്രേ ഇവയെല്ലാം സ്വർഗത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. സുല്ലത്തും മിനൽ അവ്വലീൻ ആദ്യത്തേവരിൽ നിന്ന് ഒരു വലിയ കൂട്ടവും. വസുല്ലത്തും മിനൽ ആഖിരീൻ പിന്നീടുള്ളവരിൽ നിന്ന് ഒരു വലിയ കൂട്ടവുമായിരിക്കും അവർ. അപ്പോൾ 13ഉം 14ഉം വചനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്ന് ഈ രണ്ട് വചനങ്ങളുടെ ഉദ്ദേശവും ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്.
അതിനെപ്പറ്റി പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ എല്ലാം കൂടി പറഞ്ഞ നേരം ഒരുപാടായി പോവും. വാസുഹാബിഷിമാൽ ഇടതുഭാഗക്കാരാവട്ടെ. എന്താണ് ഇടതുഭാഗക്കാർ? വളരെ ശോചനീയം തന്നെ. ഇനി ഇതുവരെ സ്വർഗ്ഗക്കാരെ പറ്റി പറഞ്ഞു, ഇനി നരകക്കാരെ പറ്റിയാണ് പറയുന്നത്. ഫീ സമൂമിം വഹമീം രോമക്കുത്തുകളിൽ കൂടി തുളച്ച് കയറുന്ന ഉഷ്ണക്കാറ്റിലും ചുട്ടുതിളക്കുന്ന വെള്ളത്തിലും വളില്ലിം മിൻ യഹ്മൂം ഇരുണ്ട കഠിനമായ പുകയാകുന്ന തണലിലും ലാ ബാരിദിൻ വലാ കരീം അതെ തണുപ്പുള്ളതും മാന്യമായതുമല്ലാത്ത തണലിലുമായിരിക്കും അവർ. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ കാരണം നിശ്ചയമായും അവർ അതിനു മുന്നേ ഇഹത്തിൽ സുഖലോലുപന്മാരായിരുന്നു. ഈ ലോകത്ത് സുഖമായി ജീവിച്ചവരാണ് അവരെ. വകാനൂ യസ്റൂന അലാ ഹിൻസിൽ അളീം വമ്പിച്ച തെറ്റുകുറ്റത്തിൽ അവർ ഷടിച്ചു നിൽക്കുകയും ചെയ്തിരിക്കുന്നു. വകാനൂ യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ ഇന്നാ ലമബ്ഊസൂൻ അവർ പറയുകയും ചെയ്തിരുന്നു, ഞങ്ങൾ മരിക്കുകയും മണ്ണും എല്ലുമായി ആയിത്തീരുകയും ചെയ്തിട്ടാണോ പിന്നെയും ഞങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാകുന്നു എന്നത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങളുടെ പൂർവന്മാരായ പിതാക്കളുമോ അവരും എഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ? അപ്പോൾ അവർ വിശ്വാസമില്ലാത്ത പോലെ അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. നബിയെ പറയുക, നിശ്ചയമായും പൂർവികന്മാരും പിന്നീടുള്ളവരും എല്ലാം. അപ്പോൾ നബിനോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്, എല്ലാവരും എഴുന്നേൽക്കപ്പെടും. പൂർവികന്മാരും അവർ നബിയോട് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം, എല്ലാവരെയും അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെ അറിയപ്പെട്ട ഒരു ദിവസമാകുന്ന നിശ്ചിത സമയത്തേക്ക്. ثم إنكم أيها الضالون المكذبين അതുമല്ല പിന്നീട് നിശ്ചയമായും നിങ്ങൾ വ്യാധികളായ ദുർമാർഗികളെ. അതിലായത്ത് കറക്റ്റ് കാണിക്കാത്തതുകൊണ്ട് ഞാൻ 51-ാമത്തെ ആയത്തും ഓതിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തെറ്റുണ്ടാവും. എൻ്റെ ഫസ്റ്റത്തെ ഖുർആൻ ഖിറാഅത്ത് വീഡിയോ ആണ്. അപ്പോൾ തെറ്റുണ്ടെങ്കിലൊക്കെ പറഞ്ഞു തരിക, നമുക്ക് എല്ലാവർക്കും പഠിക്കാമല്ലോ, ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ കമൻറ്റ് പറയുക. ഇനി ഇത് വാക്കിയ കഴിഞ്ഞിട്ട് വേറെ ഏതാ സൂറത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഓതാം. ഒന്നും കൂടി അടുത്തതിലൊന്നും കൂടി ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ആയതുകൊണ്ടാണ്, എല്ലാവരും ക്ഷമിക്കണം, തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.